ഗായ്സ്, നിങ്ങൾ ഈ കാണുന്ന ആതിരപ്പി സന്തോഷ് അഭിമന്യുവിൻ്റെ കൂടെ വന്ന് വഴിയിൽ പെട്രോൾ തീർന്ന് നിൽക്കുക. കാവടി തുള്ളിയുള്ള രണ്ടിൻ്റെയും കൂടി ഈ പോക്ക് കണ്ടപ്പോൾ അറിഞ്ഞില്ലല്ലോ പെട്രോൾ തീർന്ന് വഴി നിൽക്കാൻ വേണ്ടിയിട്ടാണെന്ന്. മഴയൊക്കെ പെയ്താൽ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് റെയിൻകോട്ടൊക്കെ ഇട്ട് രണ്ടുപേരും കൂടെ റെഡിയായിട്ട് ഇറങ്ങിയതാ. പക്ഷേ പോയ വഴിയുള്ള സ്റ്റോറിയൊക്കെ ബാക്കി. നമ്മൾ പുനലൂർ ഡിമോളിലുള്ള മാക്സിൽ പോകാമെന്ന് വിചാരിച്ച് വെറുതെ ഇരുന്നപ്പം മാക്സിൽ മാക്സ് മാനിയ സെയിൽ നടക്കുക. അപ്പോൾ അവനാണെങ്കിൽ കുറച്ച് നാൾ കൊണ്ട് പറയുന്നത് അവന് പോയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണമെന്ന്. അങ്ങനെ നമ്മൾ വിചാരിച്ച് എന്നാൽ പിന്നെ പോയിട്ട് വരാം, മഴയൊക്കെ എങ്കിലും റെയിൻകോട്ടൊക്കെ ഇട്ട് സെറ്റായിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ മാക്സിൽ നിന്ന് അവനുള്ള ഡ്രസ്സുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ താഴെ വന്ന് എനിക്ക് വേണ്ടുന്ന ഡ്രസ്സൊക്കെ നോക്കി, പക്ഷേ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. സെയിലുള്ള ഡ്രസ്സൊന്നും നമുക്ക് കളക്ഷൻ ഉണ്ടെന്നൊന്നും പറയാൻ പറ്റൂല. നമ്മൾ അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി. അപ്പോഴത്തേനും ചെറിയ ചാറ്റമഴ ഉണ്ടായിരുന്നു. അവൻ റെയിൻകോട്ട് ഇടുന്നത് കണ്ടോ, തിരിച്ചായിട്ട് എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ നോക്കുക, എന്നിട്ട് പറയാം അയ്യോ തിരിഞ്ഞു പോയി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചു പോകുന്ന വഴി എനിക്ക് ഹെൽമെറ്റ് വെച്ച് തരും കേട്ടോ, അനിയൻ പാസം. എന്നിട്ട് നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് പോകുന്ന വഴി എന്തെങ്കിലും കഴിക്കാനും കൂടെ മേടിച്ചിട്ട് പോകാമെന്നും പറഞ്ഞ് തട്ടുകടയിൽ കയറി പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ഒക്കെ മേടിച്ച് ഇറങ്ങി. ഇനിയാണ് നമ്മുടെ ശരിക്കുള്ള സ്റ്റോറി. പെട്രോൾ തീർന്ന് നമ്മൾ വഴിയിലായി. നിങ്ങൾ ഈ കാണുന്ന ആതിരപ്പി സന്തോഷ് അഭിമന്യുവിൻ്റെ കൂടെ വന്ന് വഴിയിൽ പെട്രോൾ തീർന്ന് നിൽക്കുക. നമ്മൾ വാങ്ങിയ സാധനമാണ് ആ റെയിൻകോട്ട് വെച്ചേക്കുന്നത്. അതായത് നമ്മൾ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും മേടിച്ച് അതിൻ്റെ ഇവിടെ ഇരിപ്പുണ്ട്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നപ്പോൾ നമ്മുടെ മാമൻ നമ്മളെ മാലാകനെ പോലെ പ്രത്യക്ഷപ്പെടുന്നത് പോലെ നമ്മൾ വിളിച്ചപ്പം മാമൻ പറഞ്ഞ് മക്കളിങ്ങോട്ട് വാ, ഇവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ. എന്തോ ഭാഗ്യത്തിന് മാമൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരത്തിൽ വെച്ചാണ് നമ്മൾ പെട്രോൾ തീർന്നത്. അങ്ങനെ നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് മേടിച്ച സാധനമൊക്കെ കഴിച്ച്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.